ഇംഗ്ലീഷിൽ സംഭാഷണങ്ങൾ ആരംഭിക്കുക എന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സംഭാഷണങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി ഒരാളെ കാണുമ്പോൾ ഹലോ എന്നോ ഹായ് എന്നോ ഒക്കെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് ഹായ് സിനിൽ, ഹലോ രേണുക, ഇങ്ങനെ നമുക്ക് അവരെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ഓക്കെ, ആ ഗ്രീറ്റിങ്സിന് ശേഷം ഹൗ ആർ യു, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഹൗ ആർ തിങ്സ്, ഇങ്ങനെ അവരുടെ കാര്യങ്ങളെ പറ്റി നമുക്ക് ചോദിക്കാം. അതായത് എങ്ങനെയുണ്ട്, സുഖം തന്നെയോ എന്ന് ചോദിക്കാൻ ഹൗ ആർ യു സിനിൽ, ഹൗ ആർ യു സിനിൽ, എനിക്ക് സുഖം തന്നെ, ഐ ആം ഫൈൻ, ഐ ആം ഫൈൻ, താങ്ക് യു, ആൻഡ് യു, നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹൗ ആർ യു സിനിൽ എന്ന് ചോദിക്കുമ്പോൾ സുഖം തന്നെയോ എന്നാണെങ്കിൽ, എനിക്ക് സുഖം തന്നെ എന്ന് പറയുമ്പോൾ ഐ ആം ഫൈൻ, താങ്ക് യു, ആൻഡ് യു, നിനക്കോ എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കാം. അപ്പോൾ മോഹൻ പറയാണ് എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ഹൗ ആർ തിങ്സ്, ഹൗ ആർ തിങ്സ്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് ഫൈൻ, വളരെ നന്നായി പോകുന്നു, അല്ലെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്, അതും നന്നായി പോകുന്നു എന്നതിനാണ്. അല്ലെങ്കിൽ താങ്ക്സ് പറയാം, ഇല്ലെങ്കിൽ നോട്ട് ടു ബാഡ്, വലിയ കുഴപ്പമില്ല എന്ന് പറയാം, ഓൾ റൈറ്റ്, നന്നായി പോകുന്നു എന്ന് പറയാം. അപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് ഹൗ ആർ തിങ്സ് എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൗ ഈസ് ഇറ്റ് ഗോയിങ്, എങ്ങനെ പോകുന്നു, ഹൗ ആർ യു, എങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്കതിന് മറുപടിയായി ഫൈൻ എന്നോ ഗ്രേറ്റ്, താങ്ക്സ്, നോട്ട് ടു ബാഡ്, ഓക്കെ, ഓൾ റൈറ്റ് എന്നൊക്കെയും പറയാം. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ, അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ കഴിഞ്ഞ വീഡിയോ കൂടി ഇതിനോടൊപ്പം കാണുക. അതുപോലെ ലൈക്ക് ചെയ്യായതുകൊണ്ട് തന്നെ വീഡിയോ മുന്നോട്ട് കാണാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി പഠിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ ഒരു കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരേ ഒരു മാസം കൊണ്ട് വളരെ നന്നായി, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, വളരെ ചെറിയ ഫീസിൽ പഠിക്കാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ബാച്ച് ഉടൻ തന്നെ തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഹൗ ആർ യു, എങ്ങനെയുണ്ട്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, എങ്ങനെ കാര്യങ്ങൾ പോകുന്നു, ഹൗ ആർ തിങ്സ്, എങ്ങനെയുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നതിന് മറുപടിയായി ഫൈൻ, ഗ്രേറ്റ്, താങ്ക്സ്, നോട്ട് ടു ബാഡ്, ഓക്കെ, ഓൾ റൈറ്റ് എന്നൊക്കെ നമുക്ക് അവരോട് മറുപടി പറയാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ട് ഒരാളെ ആദ്യമായി കാണുന്നത് പോലെ ഒരാളിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഗുഡ് ബൈ, ബൈ ബൈ, സീ യു, ചിരിയോ, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് പറയാം. അതായത് ഇപ്പം സുനിൽ പറയാണ് ഗുഡ് ബൈ സാം, അപ്പം സാമിന് തിരിച്ച് ഗുഡ് ബൈ അലക്സ്, ബൈ, സീ യു സാം, സീ യു അലക്സ്, ഇങ്ങനെ നമുക്ക് പിരിയുമ്പോൾ മറുപടി പറയാം. എന്നാൽ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട്, അവരെ നമുക്ക് മറ്റുള്ളവർക്ക് എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്നുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പം സാം തൻ്റെ ഫ്രണ്ടായ മോഹനെ പരിചയപ്പെടുത്തുന്നു. നോക്കൂ, സാമിനോട് ടോം പറയാണ്, സാം, മേ ഐ ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് മോഹൻ, മേ ഐ ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് മോഹൻ. സാം, എൻ്റെ സുഹൃത്ത് മോഹനെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. അപ്പം എങ്ങനെയാണ് പറയുന്നത്, മേ ഐ ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് മോഹൻ. അപ്പോൾ നമുക്ക് ചോദിക്കാം ഹൗ ഡു യു ഡു, നിനക്കെങ്ങനെയുണ്ട്. അപ്പോൾ തിരിച്ച് അതേ രീതിയിൽ തന്നെ ഹൗ ഡു യു ഡു എന്ന് മറുപടി പറയാം. കാരണം ഹൗ ഡു യു ഡു എന്ന ചോദ്യത്തിന് ഫൈൻ, താങ്ക് യു എന്നൊന്നും തന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറില്ല. അതായത് ഒരു വ്യക്തിയെ ആദ്യമായി പരിചയപ്പെടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രയോഗമാണ് ഹൗ ഡു യു ഡു. ഈ ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുന്നവരോട് തിരിച്ചും നമുക്ക് ഹൗ ഡു യു ഡു എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്താൻ മേ ഐ ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം, ദിസ് ഈസ് മൈ ഫ്രണ്ട്, ദിസ് ഈസ് മൈ ഫ്രണ്ട് മോഹൻ. എന്നിട്ട് ഹൗ ഡു യു ഡു, ആൻഡ് വീണ്ടും അവർ തിരിച്ചും
ഹൗ ഡു യു ഡു എന്ന് പറയാം. അപ്പം മറ്റുള്ള ഒരാളെ പരിചയപ്പെടുത്താനായി മേ ഇൻട്രൊഡ്യൂസ് പറയാം, അല്ലെങ്കിൽ ദിസ് ഈസ് മൈ ഫ്രണ്ട് എന്നും പറയാം. അതുപോലെ രണ്ട് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആരിലെങ്കിലും ഒരാളുടെ ശ്രദ്ധ തിരിക്കുവാനായി നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരാളോട് നമുക്ക് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കാൻ രണ്ടുപേർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് എക്സ്ക്യൂസ് മീ എന്നത് ചോദിക്കാം. ക്ഷമിക്കണം, എക്സ്ക്യൂസ് മീ, ഈസ് യുവർ നെയിം സാം? എൻ്റെ പേര് സാം എന്നാണോ? എക്സ്ക്യൂസ് മീ, ഈസ് യുവർ നെയിം സാം? അപ്പോൾ യെസ് ഇറ്റ് ഈസ്. ഓക്കെ, യെസ് ഇറ്റ് ഈസ്. അപ്പോൾ ഇടയ്ക്ക് ആളോട് ചോദിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് തരാമോ എന്ന് ചോദിക്കാനാണെങ്കിൽ എക്സ്ക്യൂസ് മീ, കുഡ് യു ബ്രിങ് മീ സം വാട്ടർ പ്ലീസ്? കുഡ് യു ബ്രിങ് മീ സം വാട്ടർ പ്ലീസ്? ഓക്കെ, അപ്പോൾ അവിടെയും നമ്മൾ അയാളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അയാളോട് വെള്ളം ചോദിക്കുകയാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ രണ്ട് പേരിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കൂടി നമുക്ക് അവിടെ നിന്ന് കടന്നു പോകണം. അപ്പം എക്സ്ക്യൂസ് മീ ചോദിച്ചുകൊണ്ട് തന്നെ എക്സ്ക്യൂസ് മീ, കുഡ് ഐ ഗെറ്റ് പാസ്റ്റ്? ഞാനൊന്ന് കടന്നു പോയിക്കോട്ടെ. എക്സ്ക്യൂസ് മീ, കുഡ് ഐ ഗെറ്റ് പാസ്റ്റ്? എക്സ്ക്യൂസ് മീ, കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുടിയുടെ പ്രയോഗം പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ഒന്ന് നോക്കുക കേട്ടോ. അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരുമോ? എക്സ്ക്യൂസ് മീ, കുഡ് യു ടെൽ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ? അപ്പോൾ എക്സ്ക്യൂസ് മീ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരാളുടെ ശ്രദ്ധയെ ക്ഷണിക്കാം. എക്സ്ക്യൂസ് മീ, ഈസ് യുവർ നെയിം സാം? എക്സ്ക്യൂസ് മീ, കുഡ് യു ബ്രിങ് മീ സം വാട്ടർ പ്ലീസ്? കുറച്ച് വെള്ളം കൊണ്ട് തരാമോ എന്ന് ചോദിക്കുന്നതിന് കുഡ് യു ബ്രിങ് മീ സം വാട്ടർ പ്ലീസ്? വീണ്ടും ഞാനൊന്ന് കടന്നു പോയിക്കോട്ടെ എന്ന് ചോദിക്കാം. കുഡ് ഐ ഗെറ്റ് പാസ്റ്റ്? എക്സ്ക്യൂസ് മീ, കുഡ് ഐ ഗെറ്റ് പാസ്റ്റ്? ആ ജനലൊന്ന് തുറക്കുമോ എന്ന് ചോദിക്കാൻ എക്സ്ക്യൂസ് മീ, കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? ഇനി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ദയവിതൊന്ന് പറഞ്ഞു തരാമോ? എക്സ്ക്യൂസ് മീ, കുഡ് യു ടെൽ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ? അപ്പം ഈ ഒരു ചോദ്യത്തിന് നമുക്ക് സ്വയം ഒരു കുറ്റബോധം അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണോ എന്ന് പറയാൻ നമുക്ക് അവിടെ സോറി ഫോർ ട്രബിളിങ് യു, നിങ്ങളെ ശല്യപ്പെടുത്തിയതിൽ ക്ഷമിക്കണം. സോറി ഫോർ ട്രബിളിങ് യു. അപ്പോൾ പറയാണ് അത് സാരമില്ല, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, അത് സാരമില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ക്ഷമിക്കണം എന്നുള്ളതിന് നമുക്ക് സോറിക്ക് പകരം ഐ ബെഗ് യുവർ പാർഡൺ എന്നും പറയാം. ഐ ബെഗ് യുവർ പാർഡൺ എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിളായ ക്ലാസ്സുകളാണ് എൻ്റെ കോഴ്സിലുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി അറിയേണ്ടവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ നമുക്കിനിയുള്ളത് എക്സസൈസ് ആണ്. അപ്പോൾ ആ എക്സസൈസിൽ ഞാൻ പറയുന്ന സെൻറ്റൻസുകളുടെ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പറയാണ് ക്ഷമിക്കണം, ഈ വാതിലൊന്ന് തുറക്കാമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ഷമിക്കണം, ഈ വാതിലൊന്ന് തുറക്കാമോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ഷമിക്കണം, ഇത് നിങ്ങളുടെ പുസ്തകമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് നിങ്ങളുടെ പുസ്തകമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഞാൻ നല്ല ഒരു ബർത്ത്ഡേ നേരുന്നു, ഒരു ജന്മദിനം നേരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, സാം എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എനിക്ക് സുഖം തന്നെ, നിങ്ങൾക്കോ? എനിക്ക് സുഖം തന്നെ, നിങ്ങൾക്കോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.